ഡൽഹിയും റെയിൽവേസും തമ്മിലുള്ള രഞ്ജി പോരാട്ടം നടക്കുന്നു. പതിവിലും കവിഞ്ഞുള്ള ആൾക്കൂട്ടമാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന്റെ പരിസരത്തുള്ളത്. സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് 2 കിലോമീറ്ററോളം ക്യൂ ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ. ഇതിനെല്ലാം പിന്നിൽ എന്തായിരിക്കും കാരണം? ഒരു ആഭ്യന്തര മത്സരത്തിൽ സാധാരണ ഇത്രയധികം കാണികൾ പതിവുള്ളതല്ലോ എന്നുള്ള ചോദ്യമെല്ലാം ബാക്കി നിൽക്കട്ടെ. വിരാട് കോഹ്ലി എന്ന ബ്രാൻഡ് നെയിം അതായിരുന്നു ആൾക്കൂട്ടത്തിന് പിന്നിലുള്ള ഏക കാരണം. അദ്ദേഹത്തെ കാണാൻ തടിച്ചുകൂടിയ ആരാധകർ ഏകദേശം 15,000 പേരാണ് ആദ്യ ദിനം മത്സരം കാണാൻ എത്തിയത്. ഇന്ന് രണ്ടാം ദിനം വിരാട് കോഹ്ലി ബാറ്റിംഗിന് ഇറങ്ങുന്നത് കാണാൻ ഓരോ വിക്കറ്റും പോകാൻ വരെ അവർ ആഗ്രഹിച്ചു. എന്തായാലും താരം തീർത്തും നിരാശപ്പെടുത്തി. 6 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. ഹിമാൻഷു സാങ്വാൻ എന്ന റെയിൽവേ ബോളർ താരത്തിന്റെ ഓഫ് സ്റ്റംപ് തെറിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഹിമാൻഷു സാങ്വാനെ ആളുകൾ വെറുതെ വിട്ടില്ല. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ ഡൈഹാർഡ് ഫാൻസ്. അവർ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ നേരെ ഹിമാൻഷു സാങ്വാന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് പോയി അദ്ദേഹത്തെ തെറി വിളിക്കുക. ഇതായിരുന്നു പരിപാടി. എന്തായാലും യഥാർത്ഥ ഹിമാൻഷു സാങ്വാൻ അല്ല തെറി കേട്ടത്, ഒരു പാവപ്പെട്ട ബിസിനസ്സുകാരൻ. ഇതേ പേര് ഉണ്ടായി എന്ന് മാത്രം. അദ്ദേഹം ഞങ്ങൾക്ക് ക്രിക്കറ്റുമായി യാതൊരു ബന്ധവുമില്ലെന്നും എന്തിനാണ് വെറുതെ എന്നെ തെറി വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുക വരെ ചെയ്തു. എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ആഭ്യന്തര മത്സരത്തിലെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുകയാണെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ താരത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചുവരവാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്.